ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തി കേട്ട ദൈവവചനം എടുത്തു കളയുവാൻ പിശാചിന് കഴിയുമോ? ദൈവവചനത്തെ എങ്ങനെയാണ് പിശാച് എടുത്ത് കളയുന്നത്? വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ട ഉടനെ ക്ഷണത്തിൽ സാത്താൻ വന്ന് ആ വചനത്തെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവവചനത്തിന് ശക്തി ഉണ്ടല്ലോ, അപ്പോൾ സാത്താന് എങ്ങനെയാണ് കഴിയുന്നത്? ഈ ബന്ധനമില്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ ദൈവവചനം മാത്രമേ ഉള്ളൂ. കാരണം വചനത്തിന് ബന്ധനമില്ല എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ പല ആൾക്കാരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ കേൾക്കുന്ന ദൈവവചനം ഹൃദയത്തിൽ നിലനിൽക്കുന്നില്ല, അതിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ധാരാളം ആൾക്കാർ പല സമയങ്ങളിലും വിളിച്ച് പറയാറുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കഴിയുന്നത് പോലെയുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാറുമുണ്ട്. ഈ വിത്ത് വിതയ്ക്കാൻ പോകുന്ന ആ വിതക്കാരൻ്റെ ഉപമ കർത്താവ് പറഞ്ഞപ്പോൾ, ഒന്നാമത് വഴിയരികിൽ വീണ വിത്ത്, അതിനെ പറവ കൊത്തിക്കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സാത്താൻ അവരിൽ നിന്ന്, കേൾക്കുന്നവരിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇത് മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കേൾവിക്കാരായിരുന്ന് ദൈവവചനം കേട്ട് ആ വചനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാതെ നമ്മൾ ഒരുപാട് നാളുകൾ വെറുതെ സമയം ചെലവാക്കി മുമ്പോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ തിരുവചനാടിസ്ഥാനത്തിൽ കുറച്ച് സമയങ്ങൾ ഈ ഒരു ആത്മീക ശുശ്രൂഷയിലൂടെ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവ് തീർച്ചയായും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് പ്രകാശിപ്പിച്ച് നൽകട്ടെ. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വിതയ്ക്കുന്നവൻ്റെ ഒരു ഉപമയെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ഈ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. വിത്ത് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോയി, വഴിയരികിൽ വീണു, പാറസ്ഥലത്ത് വീണു, മുള്ളുകളുടെ ഇടയിൽ വീണു, നല്ല നിലത്ത് വീണു. പക്ഷെ ഞാൻ ആ ഭാഗം ധ്യാനിക്കുകയും വായിക്കുകയും കുറേ സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ധാരാളം ആത്മീക ചിന്തകൾ ദൈവവചന ധ്യാനത്തിങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നു. ഒന്നാമത്, സാത്താൻ എങ്ങനെയാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈസ്കര്യോത്ത യൂദായിൽ സാത്താൻ തോന്നിപ്പിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 13:4-5 ആ ഭാഗത്താണ്. ഖണ്ഡം വാങ്ങി ഭക്ഷിച്ച ഉടനെ സാത്താൻ ഉള്ളിൽ കടന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സാത്താൻ കേൾവിക്കാരിൽ നിന്ന് ദൈവവചനം എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്യാസിനോട് സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദിന് സാത്താൻ തോന്നിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, സാത്താന് ഒരു വ്യക്തിയിൽ പ്രവേശിക്കാൻ കഴിയും, അവൻ്റെ ഹൃദയത്തെ കൈവശമാക്കാൻ പറ്റും. കേൾക്കുന്ന ദൈവവചനം അതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ വണ്ണം കേൾക്കുന്ന ദൈവവചനത്തെ എടുത്തു കളയാനായിട്ട് പറ്റും. അത് എങ്ങനെയാണ് സാധിക്കുന്നത്, എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഈ കാര്യങ്ങൾ ഈ ഒരു ആത്മിക ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. അതിന് ഒന്നാമതായി നമ്മൾ വിതയ്ക്കുന്നവൻ്റെ ഉപമയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സമവീക്ഷണ സുവിശേഷങ്ങൾ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങൾ അറിയപ്പെടുന്നത് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നുള്ളതാണ്. ഈ 3 സുവിശേഷങ്ങളിലും ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയതിൻ്റെ കാരണം തന്നെ ഈ 3 സുവിശേഷങ്ങളിലും 3 ഗ്രന്ഥകാരന്മാരും
അത് ഉൾപ്പെടുത്തിയതിൻ്റെ പിന്നിൽ തന്നെ ഇത് വെറും ഒരു സൺഡേ സ്കൂൾ കഥയല്ല, നിസ്സാരമായ ഒരു കാര്യമല്ല. ഏതു വ്യക്തിയും വളരെ ഗൗരവമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ 3 സുവിശേഷ ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളിടത്ത് 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ വലിയ പുരുഷാരം യേശുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. അതായത് ധാരാളം ആളുകൾ ദൈവവചനം കേൾക്കാനായിട്ട് വന്നപ്പോൾ അവർക്കൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു സാധാരണ നിലയിൽ കർത്താവ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിലുമാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതിൽ തന്നെ നമ്മൾ ടൈറ്റിലിൽ കൊടുത്ത ആ ഒരു പ്രത്യേക വിഷയമാണ് സാത്താൻ ദൈവവചനത്തെ എങ്ങനെ എടുത്തുകൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതും രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി സുവിശേഷം 13:19, മർക്കോസ് 4:15, ലൂക്കോസ് 8:12. ഈ റെഫറൻസുകൾ പറയുന്നത് നമ്മളൊന്ന് കൃത്യമായിട്ട് അത് വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ടുമാണ്. ഈ 3 ഭാഗങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ, 3 ഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് പഠിക്കുമ്പോൾ നമുക്ക് എത്താനായിട്ട് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില ചിന്തകളുണ്ട്. ഞാൻ പറഞ്ഞു 4 ഇടത്താണ് വിത്ത് വീഴുന്നത്. അതിൻ്റെ ഒരൊറ്റ ഭാഗം മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. എല്ലാ ഭാഗങ്ങളും പറയാനായിട്ട് പോയാൽ നമ്മളുടെ ആ ഒരു സമയത്തിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഈ വഴിയരികിൽ വീണ വിത്തുകൾ പറവജാതികൾ കുത്തിക്കൊണ്ടു പോകുന്നു എന്ന് യേശു പറഞ്ഞു. അതിൻ്റെ വ്യാഖ്യാനം ശിഷ്യന്മാർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനങ്ങൾ 3 സുവിശേഷ പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 3 പേര് 3 ചിന്താഗതിയിൽ ആശയത്തിലാണെങ്കിലും അതൊന്നിച്ച് ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. 13:19 മത്തായി 13:19 ദുഷ്ടൻ വന്ന് ഗ്രഹിക്കാതെ ഇരിക്കുമ്പോൾ വചനം എടുത്തു കളയുന്നു എന്നാണ്. മർക്കോസ് 4:15 സാത്താൻ ഉടനെ വന്ന് എടുത്തു കളയുന്നു, കേട്ടതെടുത്തു കളയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ സാത്താൻ, പിശാച് എടുത്തു കളയുന്നു. അപ്പം ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. വചനം എടുത്തു കളയുവാൻ പിശാചിന് കഴിയുമോ? കഴിയും. എങ്ങനെയാണ് വചനം എടുത്ത് കളയുന്നത്? പറയാം. ഈ വിത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിത്ത് വീഴുന്ന ഇടം. കാരണം നല്ല നിലത്ത് വീണ വിത്ത് ആ 100 മേനി ഫലത്തിലേക്ക് എത്താനായിട്ടുള്ള കാരണം ആ വീണ സ്ഥലം അല്ലെങ്കിൽ ഹൃദയം. ആ ഹൃദയത്തെക്കുറിച്ചുള്ള വിശേഷണം എന്നെ അത്ഭുതപ്പെടുത്തി. ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട് എന്നുള്ളതാണ്. അതായത് നല്ല ഹൃദയം. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട്. അതായത് ദൈവത്തിൻ്റെ വചനം ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ, ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ ആ ഹൃദയം നല്ല ഹൃദയമാകണം, ഹോണസ്റ്റ് ആയിരിക്കണം, ഗുഡ് ഹാർട്ട് ആയിരിക്കണം, നല്ല ഹൃദയമായിരിക്കണം. അതായത് ദൈവ വചനത്തെ സ്വീകരിക്കുവാനുള്ള ഒരുക്കവും അതിനെ അംഗീകരിക്കുവാനായിട്ടുള്ള മനസ്സും ക്ഷമയോടെ ഏറ്റെടുത്ത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു മനസ്സായിരിക്കണം ആ വ്യക്തിയുടെ മനസ്സ്. അതായത് ലോകത്തിൻ്റെ ചിന്തകളും തെറ്റായ മനോഭാവങ്ങളിലും ഉദ്ദേശശുദ്ധിയില്ലാതെ പൈശാചിക ചിന്തകളാൽ മുൻപോട്ട് പോകുന്ന വ്യക്തികൾ ആണെങ്കിൽ വീഴുന്ന ദൈവവചനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താതെ
ആ വ്യക്തിയിൽ നിന്ന് എടുത്തു കളയുവാൻ നിഷ്പ്രയാസം പിശാചിനാകും. കുറച്ചുകൂടെ വ്യക്തമായി ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളോട് പറയാം, അന്നേരം നിങ്ങൾക്കിത് മനസ്സിലാകും. ഞാൻ പറഞ്ഞു, ഈസ്കരിയോത്ത യൂദയുടെ ഉള്ളിലേക്ക് സാത്താൻ പ്രവേശിച്ചു. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഖണ്ഡം കർത്താവ് കൊടുത്ത ഉടനെ പ്രവേശിച്ചു എന്നാണ്. പക്ഷെ അതിനു മുമ്പേ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു എന്ന് 13 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ കുറെ സമയങ്ങളായി ഈ തോന്നലുകൾ നിലനിൽക്കുകയാണ്. തോന്നലുകൾ മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വിഷയം മാറിപ്പോകും, അതുകൊണ്ടാണ് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയാം. അനന്യാസിന്റെ ഹൃദയം കൈവശമാക്കി എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവന്റെ ഹൃദയത്തെ നിറച്ചു, അല്ലെങ്കിൽ ഫിൽഡ് എന്ന് പറയുന്ന ഒരു പദമാണ്. അവന്റെ ഹൃദയത്തെ നിറച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവപൈതൽ ഏറ്റവും അധികം ഗൗരവമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും സാത്താൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ സാത്താൻ ആ വ്യക്തിയിലേക്ക് കയറണമെന്നൊന്നും നിർബന്ധമില്ല. ദൈവവചനത്തെ പിശാച് എടുത്തു കളയാനായിട്ട് പറ്റുന്ന ഏറ്റവും എളുപ്പമായ മാർഗങ്ങൾ അവൻ ചെയ്യുന്ന അവന്റെ പ്രവൃത്തി, കേൾക്കുന്ന ദൈവവചനത്തെ ഒരു വ്യക്തി അംഗീകരിക്കാതെ ഇരിക്കുമ്പോൾ അവൻ എടുത്തു കളയുന്നു. അതായത് മറ്റു ചിന്തകൾ ആ വ്യക്തിയിലേക്ക് കൊണ്ടുവന്ന് ദൈവവചനം അതിൻ്റെ ശക്തിയിൽ വെളിപ്പെടാതെ വണ്ണം ആ വ്യക്തിയെ മൂടിക്കളയുന്നു. അങ്ങനെ വേണം നമ്മൾ അതിനെ ചിന്തിക്കാൻ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഗ്രഹിക്കാഞ്ഞാൽ എന്നാണ്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ എന്താ കാര്യം? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. യേശുവിലൂടെ മാത്രമാണ് രക്ഷ, യേശുവിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല എന്നൊരു ദൈവവചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ധാരാളം ചിന്തകൾ കടന്നു വരികയാണ്. യേശുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. ഈ ലോകജനത മുഴുവനും നിത്യനരകത്തിലേക്ക് പോകുമോ? രക്ഷിക്കപ്പെടാത്തവർ അവരുടെ അവസ്ഥ എന്താണ് എന്നെല്ലാം ചിന്തിച്ച് അങ്ങനെയൊന്നുമില്ല എന്നുള്ള ചിന്തകളെ താലൂലിക്കുമ്പോൾ ഈ ചിന്തകൾ ദൈവവചനത്തിന്റെ വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. ഏദൻ തോട്ടത്തിൽ സാത്താൻ എന്താണ് ശരിക്കും ഹവ്വായെ ചതിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപായത്തോടുകൂടി അവളെ വശീകരിക്കുമ്പോൾ ദൈവം വാസ്തവമായി ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? സംശയം ജനിപ്പിക്കുകയാണ്. ശരിക്കും ദൈവവചനത്തിൽ സംശയം ജനിപ്പിക്കുന്നു. ദൈവവചനത്തെ വിശ്വസിക്കാതെ വണ്ണം ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംശയം കൊണ്ടുവന്നിടുകയാണ്. ഈ സംശയത്തെ താലൂലിക്കുകയാണ്, ആ ചിന്തകളെ താലൂലിക്കുകയാണ്. ഇത് ശരിക്കും ഇത് വ്യക്തമായി മനസ്സിലാക്കിയ പോട്ടെ, അദ്ദേഹത്തിന് പതനം സംഭവിച്ചു, അദ്ദേഹം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അദ്ദേഹം ഇല്ലായിരുന്നു. പക്ഷേ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു അറിവെന്ന് പറയുന്നത് എന്താ പറയുന്നത്, മറ്റാർക്കും കൊടുക്കാത്ത അറിവാണ്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വചനത്തെ ഹൃദയത്തിൽ കരുതണം, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ സൂക്ഷിക്കണം. കാരണം അത് നിനക്ക് ജീവൻ തരും, നിന്റെ ശരീരത്തിന് സൗഖ്യം തരും. അപ്പൊ ശരീരത്തിന് സൗഖ്യവും ജീവനും നൽകി തരുന്ന ദൈവവചനത്തെ വെറുതെ കേട്ടാൽ പോരാ, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സദൃശ്യവാക്യം 4:20 മുതലുള്ള വാക്യങ്ങളാണ്. നിന്റെ ചെവി അതിലേക്ക് ചായ്ക്കുക, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. കണ്ടോ, കണ്ണും കാതും ഹൃദയവും ഒരുപോലെ കൂർപ്പിക്കണം. നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ അവരോട് പഠിക്കാൻ പറയും. ചിലർ ഉറക്കം തൂങ്ങി പഠിക്കും, ചിലർ പാതി പഠിക്കും. അവർക്കൊന്നും ഒരു വിജയത്തിലെത്താൻ പറ്റില്ല. അപ്പൊ കണ്ണും കാതും ഹൃദയവും ഒരുപോലെ കൂർപ്പിക്കണം. അതിന്റെ അർത്ഥം ആരെങ്കിലും പ്രസംഗിക്കുമ്പം ഇമ വെട്ടാതെ ചെവി മാറ്റാതെ ഇരിക്കണമെന്നൊന്നുമല്ല, കോൺസെൻട്രേഷനാണ്. എന്നിട്ട് അവിടെ കൊണ്ട് തീരുന്നില്ല. ആ വാക്യങ്ങൾ താഴോട്ട് പറയുമ്പോൾ സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ്.
നിന്റെ കണ്ണുകൾ നേരായത് കാണണം, നിന്റെ നാവുകൾ വക്രത പറയരുത്, നിന്റെ കാലുകൾ ശരിയായ പാതയിൽ യാത്ര ചെയ്യണം. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവന്റെ ഉറവ് എന്ന് പറയുന്നത്, ഉത്ഭവം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഹൃദയമാണ്. ഞാൻ ഇതിനു മുമ്പ് പല സമയത്തും ഹൃദയത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പാപം ഹൃദയത്തെ ബാധിക്കുന്ന രോഗമായി തീരുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലനായ പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ചിന്തകളെയും ഞങ്ങൾ പിടിച്ചടക്കിയാണ്. പിശാച് പല സമയത്തും നമ്മൾ കാണുന്നത് പോലെ കറുത്ത തുണിയിട്ട് കൊമ്പുകൾ വെച്ച് കുലുക്കി 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 ഒന്നുമല്ല വരുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അവിശ്വാസത്തിന്റെ ചിന്തകൾ വിതയ്ക്കാൻ കഴിയും. എന്തുകൊണ്ട് വിതയ്ക്കുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. പാപലോകത്തിൽ ജീവിക്കുമ്പോൾ, മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളിൽ പെടാൻ സാധ്യതകളുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരുന്ന എല്ലാ ചിന്തകളും ദൈവികമായ ചിന്തകളായി മാത്രം നമ്മൾ അതിനെ കണക്കാക്കരുത്. എല്ലാ തരത്തിലുള്ള ചിന്തകളും വരും. ദാവീദ് സത്യത്തിൽ വലിയൊരു പാപത്തിലേക്ക് പോയതെന്താ? ആ മട്ടുപ്പാവിൽ ആ മാളിക മുറിയുടെ മുകളിൽ നിൽക്കുമ്പോൾ ബേർശേബ എന്ന് പറയുന്ന ആ സ്ത്രീയെ കണ്ടു. കണ്ടതിൽ നിന്നുള്ള ഒരു കാഴ്ച ഹൃദയത്തിലേക്ക് ചെന്നൊരു ചിന്തയായി മാറി. അവളെ എനിക്ക് ഭാര്യയായിട്ട് വേണമെന്നൊരു ചിന്തയിലേക്ക് വന്നു. ആ ചിന്ത പിന്നീട് ഒരു ആക്ഷനായി മാറി, എടുത്തു. എന്ത് സംഭവിച്ചു? പിന്നീട് സംഭവിച്ചത് ദുരന്തങ്ങളാണ് ആ കുടുംബത്തിൽ സംഭവിച്ചത്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതിയായിരുന്നു, വല്ലവന്റെയും ഭാര്യ, ഞാനത് എടുക്കാൻ പാടില്ല, ഞാൻ നോക്കാൻ പാടില്ല, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുമെന്നൊക്കെയല്ലേ. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അതിനെ മാറ്റാമായിരുന്നു. അപ്പൊ പല സമയത്തും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന വ്യക്തികൾ പോലും, നമ്മൾ പോലും പല സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ താലോലിക്കുന്നു. അപ്പൊ കണ്ടോ, അവർ രക്ഷിക്കപ്പെടാതിരിക്കാൻ, അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ സാത്താൻ എടുത്തു കളയുന്നു. അപ്പൊ ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുന്നില്ല. അവന് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവകൽപ്പന അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമ്മതിക്കത്തില്ല, എടുത്തുകൊണ്ട് പോകും. കാരണം അവനതിനെ അംഗീകരിക്കുന്നില്ല. ഈ സംശയങ്ങളുടെ പിന്നാലെ പോകുന്നു, വിശ്വസിച്ച് ദൈവവചനത്തെ ഏറ്റെടുക്കുന്നില്ല. ഇത് മൊത്തം സംഭവിക്കുന്ന അകത്താണ്. എന്നിട്ട് പുറത്തുള്ള പിശാചിനെ നമ്മൾ ശാസിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമുക്ക് നമ്മുടെ അകത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു നല്ല ഹോണസ്റ്റ് ഹാർട്ട് നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് മർക്കോസിന്റെ സുവിശേഷം 4:15 എഴുതിയിരിക്കുന്നത്, കേൾക്കുമ്പോൾ സാത്താൻ ഉടനെ വന്ന്, അങ്ങനെ തന്നെയാണ്, ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന ഒരു പദമാണ്. ഉടനെ കേട്ടു, ഉടനെ അങ്ങ് പോവുകയാണ്. ക്ഷമയോടെ കേട്ട് ദൈവവചനത്തിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കണമെന്നാണ് നല്ല നിലത്ത് വീണതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ക്ഷമയോടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഞാൻ ദൈവവചനം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 5-6 പോയിന്റ് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവവചനം വായിക്കുക, ആ വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും ദൈവവചനവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. നിങ്ങൾ ചിന്തിക്കും, ഞാൻ ചുമ്മാ വേദപുസ്തകം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുകയാണെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഒരുപാട് സമയങ്ങളിലെ പ്രാർത്ഥനകളും ദൈവവചന ധ്യാനവും, ദൈവമേ എന്താണ് സംസാരിക്കേണ്ടത്, പല തടസ്സങ്ങളെ അഭിമുഖീകരിച്ചിട്ടാണ് ഓരോ മെസ്സേജുകൾ പോലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബിലായതുകൊണ്ട് നമുക്ക് ഈ ഓഡിയൻസിന്റെ അവരുടെ ബിഹേവിയർ നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ മിക്ക സമയങ്ങളിലും സഭകളിൽ ശുശ്രൂഷിക്കുമ്പോൾ, കൂട്ടായ്മകളിൽ ശുശ്രൂഷിക്കുമ്പോൾ, വചന ശുശ്രൂഷകൾ നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ആത്മീകമായ ഗൗരവമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അവർ മറ്റു പലതിലേക്ക് പോകുന്നു. അവർക്ക് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ അന്നേരം ഫോൺ കോളുകൾ വരുന്നു, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നു. നമ്മൾ ഇതിനെയൊക്കെ നിസ്സാരമായി കണക്കാക്കും. നമ്മൾ ദൈവവചനം വായിക്കാൻ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നിസ്സാരമായി കണക്കാക്കും. കാരണം ഇത് കേട്ടൊരു വ്യക്തി രക്ഷപ്പെടാതിരിക്കാൻ ക്ഷണത്തിൽ സാത്താൻ എടുത്തു കളയാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് ഭയങ്കര രസകരമായ ഒരു കാര്യം തന്നെയാണ്. പുലർച്ചെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ വിചാരിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ രാത്രിയിൽ ഒരു വിധത്തിൽ ഉറങ്ങാൻ പറ്റാത്ത എത്രയോ സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് കാര്യം വേറെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാകും, ദൈവവചനം വായിക്കുന്നവർക്ക് മനസ്സിലാകും.
ഈ തടസ്സങ്ങൾ മുൻപിൽ വരും. പക്ഷെ ഇതിനെ അവഗണിച്ചുകൊണ്ട്, ഇതിനെ കണക്കാക്കാതെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി ദൈവവചനത്തെ അംഗീകരിച്ച്, അത് പറയുന്നവരാരാണെങ്കിലും, ദൈവവചന ശുശ്രൂഷകൾക്കൊക്കെയുള്ള പ്രാധാന്യങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനം നന്നായി പഠിപ്പിക്കുന്നവർ, പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ പോലും അവരുടെ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് ജനത്തിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ, കർത്താവ് പറഞ്ഞത് സാത്താൻ വന്നതിനെ എടുത്തുകൊണ്ടു പോകുന്നു. അങ്ങനെ എടുത്തുകൊണ്ടു പോയാൽ ആ വ്യക്തിക്ക് രക്ഷയുടെ അനുഭവം അനുഭവിക്കുവാൻ കഴിയുകയില്ല, വചനം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ നിർത്തുകയാണ്, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഇത് വളരെ ഗൗരവമായി പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ ഒരു തിരുവചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.